Starting stage A1 was like easy. A2 ആവുന്നേരം കുറച്ചുകൂടി ഈസി ആയി. സോ ഐ തിങ്ക് ദാറ്റ് ലൈക്ക് B2 ഈസ് ലിറ്റിൽ ബിറ്റ് മോർ ഈസി. ബട്ട് അങ്ങനെ അല്ലായിരുന്നു, കുറച്ച് സ്ട്രഗിൾ എടുക്കേണ്ടി വന്നു. നമ്മൾ നല്ലോണം നമ്മൾ ടൈം ഇൻവെസ്റ്റ് ചെയ്യണം. ഹായ്, എൻ്റെ പേര് അഭിഷേക്. ഞാൻ ചിത്രയുടെ കുന്നമംഗലത്തു നിന്നാണ് വരുന്നത്. സോ ബേസിക്കലി ഞാൻ റേഡിയോഗ്രാഫറാണ്. ഭയങ്കരമായിട്ട് ജഡ്ജ് ചെയ്തിന് എന്നെ ആളുകൾ. ഞാൻ കുറച്ച് ക്ലാസ് എടുക്കാൻ പോയി. കുറച്ച് കാലിക്കറ്റ് കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തു. സോ അവിടുന്ന് റിസൈൻ ചെയ്ത് ഇങ്ങനെ ഒരു ജർമ്മൻ പഠിക്കാൻ പോകുന്നതുകൊണ്ട് പറഞ്ഞപ്പം ലൈക്ക് റിലേറ്റീവ്സ് ആയാലും ലൈക്ക് ഫാമിലി എന്നെ സപ്പോർട്ട് ചെയ്തു. റിലേറ്റീവ്സും ബാക്കി ഫ്രണ്ട്സൊക്കെ ലൈക്ക് വൈ ഡു ഡു ദിസ് തിങ്, ലൈക്ക് നല്ലൊരു ജോബിൽ നിന്ന് ഇറങ്ങി ഇങ്ങനെ ജർമ്മൻ പഠിക്കാൻ കാരണം എന്താണ്? ഐ ഹാഡ് ഡ്രീം ലൈക്ക് യൂറോപ്യൻ കൺട്രീസിൽ പോയി ഒന്ന് വർക്ക് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. സോ ഐ ബേസിക്കലി ലൈക്ക് റിസർച്ച് സോ മെനി കൺട്രീസ് ലൈക്ക് ലാറ്റ്വിയ, ലിത്വാനിയ, പോളണ്ട്, ജർമ്മനി. ലൈക്ക് പിന്നെ ഒരു കോമ്പറ്റീഷൻ ആയി ലൈക്ക് ജർമ്മനി, പോളണ്ട് വന്നു. സോ ലൈക്ക് ജർമ്മനി പിന്നെ ഞാൻ കുറേ റിസർച്ച് ചെയ്തു. ലൈക്ക് GDP നോക്കി. ലൈക്ക് നമ്മളിപ്പോൾ ഒരു കൺട്രിയിലേക്ക് പോകുന്ന നേരം ലൈക്ക് ഇറ്റ്സ് നോട്ട് ഫോർ ലിമിറ്റഡ് ടൈം പീരീഡ്. നമ്മൾ ഒരു ലോങ് ടേം അവിടെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാണ്. ലൈക്ക് നമ്മളവിടെ മൈഗ്രേറ്റ് ചെയ്യുക, നമ്മളവിടെ പഠിക്കാൻ പോവാണ്. സോ വി വാണ്ട് ടു തിങ്ക് അബൌട്ട് വാട്ട്സ് അപ്പ് ടു ഫ്യൂച്ചർ. ലൈക്ക് കുറേ ലോങ് ടേം ആണ്. സോ ഞാനൊരു 10 കൊല്ലത്തേക്ക് ആ കൺട്രിയിൽ വാർ എന്തെങ്കിലും വന്നിട്ടുണ്ടോ നോക്കി. പിന്നെ GDP റേറ്റ് എങ്ങനെയാണ്, കറൻസി റേറ്റ് എങ്ങനെയാണ്. സോ ലൈക്ക് അങ്ങനെ ഒരു പെർസ്പെക്റ്റീവിൽ ഞാൻ ജർമ്മൻ ചൂസ് ചെയ്തു. പഠിക്കാൻ തുടങ്ങിയപ്പോൾ ലൈക്ക് സ്റ്റാർട്ടിങ് സ്റ്റേജിൽ A1 വാസ് ലൈക്ക് ഈസി. A2 ആവുന്നേരം കുറച്ചുകൂടി ഈസി ആയി. സോ ഐ തിങ്ക് ദാറ്റ് ലൈക്ക് B2 ഈസ് ലിറ്റിൽ ബിറ്റ് മോർ ഈസി. ബട്ട് അങ്ങനെ അല്ലായിരുന്നു, കുറച്ച് സ്ട്രഗിൾ എടുക്കേണ്ടി വന്നു. നമ്മൾ നല്ലോണം നമ്മൾ ടൈം ഇൻവെസ്റ്റ് ചെയ്യണം, അതിനായിട്ട് മാറ്റി വെക്കണം പല കാര്യങ്ങളും. സോ ഞാൻ രാവിലെ എണീക്കുന്ന നേരം പോഡ്കാസ്റ്റ് കേൾക്കാറുണ്ട്. പിന്നെ സ്പീക്കിങ്സ് മിററിൽ നോക്കി സംസാരിക്കാണ്ട്. ഈവൻ ഇവിടെ ആണെങ്കിലും ലൈക്ക് എനിക്ക് ഫസ്റ്റ് ക്ലാസ് എടുത്ത് തുടങ്ങിയത് സൽമാൻ സാറായിരുന്നു. സാർ ഇപ്പോൾ ഇവിടെ ഇല്ല. പിന്നെ അൽസാം സാറ് എല്ലാവരും ഉണ്ടായിരുന്നു. ഭയങ്കര ലൈക്ക് സപ്പോർട്ടീവ് ആയിരുന്നു. എന്ത് ഡൗട്ടാണെങ്കിലും രാത്രിയൊക്കെ ഡൗട്ടൊക്കെ ചോദിക്കാറുണ്ട് വിളിച്ചിട്ടൊക്കെ. ലൈക്ക് അങ്ങനെ ഒരു ജേണി അങ്ങനെ വന്നു. എക്സാം എഴുതി പാസ്സായി. ഇപ്പം പോകാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ലൈക്ക് കുറേ ഫ്രണ്ട്സ്, എൻ്റെ തന്നെ കുറേ ഫ്രണ്ട്സിന് ഇവിടെ പഠിച്ച തന്നെ ലൈക്ക് ജർമ്മൻ പഠിച്ചു കഴിഞ്ഞു, B2 എത്തി. പിന്നെ ഒരു ഫസ്റ്റ് അറ്റംപ്റ്റിൽ എക്സാം കിട്ടിയിട്ടില്ല കഴിഞ്ഞ് പിന്നെ അത് ഡ്രോപ്പ് ചെയ്ത് പോകുന്ന സംഭവമുണ്ട്. ഞാൻ പേഴ്സണലി പറയുകയാണെങ്കിൽ ട്രസ്റ്റ് ദ പ്രോസസ്. നമ്മൾ കുറച്ച് ടൈം ഇൻവെസ്റ്റ് ചെയ്ത കാര്യത്തിൽ നമ്മൾ പോകണമെന്ന് ഡ്രീമും ചെയ്തു. പിന്നെ ആ ഒരു പാത്തിൽ നിന്ന് ബാക്ക് ഡൗൺ ചെയ്യുന്നത് ശരിയല്ല. കാരണം നമ്മൾ ഒരു ജർമ്മൻ പഠിച്ചു വന്നു, പോകണം എന്ന് വരുന്നേരം ലൈക്ക് ബേസിക്കലി ഐ സെഡ് ദ ട്രസ്റ്റ് ദ പ്രോസസ്. ഇറ്റ് ടേക്ക് ടൈം. എന്തായാലും ടൈം എടുക്കും. പെട്ടെന്ന് വിചാരിക്കുന്ന സംഭവമല്ല. ലൈക്ക് നമ്മളെ ഇതെന്താണ്, ഒരു ഫോറിൻ ലാംഗ്വേജ് ആണ്. സോ അത് പഠിക്കാൻ കുറച്ച് ടൈം എടുക്കും, അതിന് ഇൻവെസ്റ്റ് ചെയ്യണം. അത് പെട്ടെന്ന് ലൈക്ക് ഒരു ഷോർട്ട് ടൈം പീരീഡിൽ പഠിച്ചു പോകാൻ പറ്റുന്ന ഒരു കോഴ്സ് അല്ല ജർമ്മൻ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ നല്ലോണം ഇൻവെസ്റ്റ് ചെയ്യണം. കാരണം നമ്മൾ അവിടെ പോയിട്ട് സംസാരിക്കേണ്ടത് ഇംഗ്ലീഷ്, വേറെ ലാംഗ്വേജ് അല്ല, ജർമ്മൻ ആണ്. ജർമ്മനി ഈസ് ലൈക്ക് ബേസിക്കലി ജർമ്മൻ മാത്രം സംസാരിക്കുന്നതാണ്. അവരവർ ലാംഗ്വേജിനെ ഭയങ്കരമായിട്ട് റെസ്പെക്ട് ചെയ്യുന്ന ഒരു കൺട്രിയാണ്. സോ നല്ലോണം അതിൽ ഹാർഡ് വർക്ക് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പോവാം. പഠിക്കുന്ന കുട്ടികളോട് ഇപ്പോഴും പറയാനുള്ള പറഞ്ഞാൽ പഠിക്കുക, അത്യാവശ്യം എഫോർട്ട് ഇടുക, അത് ഡ്രോപ്പ് ചെയ്ത് പോകരുത് കഴിയുന്നതും. ലൈക്ക് നിങ്ങൾ ചിലപ്പോൾ 8 ഒക്കെ എത്തിക്കഴിഞ്ഞാൽ, B1 ഒക്കെ എത്തിക്കഴിഞ്ഞാൽ ചിലപ്പം അത് ഭയങ്കര ടൈറ്റായിട്ട് തോന്നും. പക്ഷേ എന്താ പറയുക, ട്രസ്റ്റ് പ്രോസസ്സ് അത് കിട്ടും എന്തായാലും.